ചെമ്പാവരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ ഉലർത്തിയതാണ്. ഇത് നല്ല രുചിയുള്ളതാണ്. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ, അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് വളരെ രുചികരമാണ്. തേങ്ങാക്കൊത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഞാൻ തനി നാടൻ, അതായത് എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ്, ചെമ്മീൻ തേങ്ങാക്കൊത്തിട്ട് ഒലത്തുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ ആദ്യം എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്, ഇവിടെ ചെമ്മീൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 150 ഗ്രാമോളം ഒരുമാതിരി വലിയ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആദ്യം ഒന്ന് വേവിക്കും. അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത്, പച്ചമുളക് ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ കരിവേപ്പില, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം, കുടംപുളി. ഇതെല്ലാം കൂടി ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്. അതായത് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, വെളുത്തുള്ളി ഒരു 7 എണ്ണം, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതയ്ക്കണം. ചതച്ചിട്ട് പിന്നെ മുളക് ചതച്ചും കൂടെ ചേർത്തിട്ട് വേണം ഈ വേവിച്ച ചെമ്മീൻ നമുക്ക് ഒലത്തി എടുക്കാനായിട്ട്. ഇത് തനി നാടൻ ഒരു ഡിഷാണ്. ഇപ്പം അമ്മ അത് അതിനകത്ത് മിക്സ് ചെയ്ത് വെക്കുന്നതൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ചെമ്മീനിൽ കുക്ക് ചെയ്യുമ്പം ഇടേണ്ട സാധനങ്ങളെല്ലാം, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇതൊക്കെ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, കരിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, തേങ്ങാക്കൊത്തിട്ടു. ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെയൊക്കെ വീടുകളിൽ ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയാണല്ലേ അമ്മേ? അതെ. ഇത് ഞങ്ങളുടെ അവിടെ നല്ലപോലെ, പറവൂരാണ് എൻ്റെ വീട്, അവിടെ ചെമ്മീൻ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്നെ പഠിപ്പിച്ച് തന്നിരിക്കുന്നതാണ് ഈ ചെമ്മീൻ ഒലത്ത്, തേങ്ങാക്കൊത്തിട്ട് ഒലത്ത്. അപ്പോൾ അത് ഞാനിപ്പം എൻ്റെ മാമയുടെ നിന്ന് കിട്ടിയതാണ്. മാമയുടെ നിന്ന് അമ്മയുടെ നിന്ന് ഇപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത്ര ട്രഡീഷണൽ, അപ്പോൾ പഴയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ പരട്ടി വെച്ച ചെമ്മീൻ ഒരു ടേബിൾ സ്പൂൺ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് എടുക്കുകയുള്ളൂ കേട്ടോ ചെമ്മീൻ വേവാനായിട്ട്, അധികം സമയം എടുക്കത്തില്ല. അപ്പോൾ നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ നല്ല തേങ്ങാക്കൊത്തിലും ഇതിലെല്ലാം മസാലയും ചെറിയുള്ളിയിലെല്ലാം കിടന്ന് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഒലത്തുന്നതെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് ഞാൻ അമ്മിക്കല്ലേലാണ് ഇതെല്ലാം ചതച്ചെടുക്കുന്നത്. അതായത് നമ്മുടെ ചെമ്മീൻ ഒലത്താൻ ആവശ്യമുള്ള കുരുമുളക് ആദ്യം നമുക്ക് ചതച്ച് മാറ്റാം. ഈ രീതികളൊക്കെ ഇപ്പം എല്ലാവരും മറന്നു പോയതാണ്. എല്ലാവരും മിക്സിയിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അമ്മ വീട്ടിൽ മണിയും അത് ചെറിയ ഇതിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. അത് ചെറിയ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ തനി നാടൻ രീതിയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ അമ്മിക്കല്ലേ തന്നെയാണ് ഇതൊക്കെ ചതച്ച് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചുവന്നുള്ളി, വെളുത്തുള്ളിയും ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഇതുപോലെ തന്നെ ചതച്ച് പച്ചക്കറികളും ഒക്കെ ഒലത്താനായിട്ട് ഇതുപോലെ ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ഒരു റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ചതച്ചത് തന്നെ. ഇപ്പം അതും ചതച്ച് കഴിഞ്ഞു. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇനി ഇതേ കറിവേപ്പിലയും കൂടെ മണിയതിനകത്തിട്ട് ചതച്ചെടുക്കാൻ പോകും. ഇനി ഇത് ഒലത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ പുള്ളക്കല്ലയിൽ ഇരിക്കുന്നതൊക്കെ വടിച്ച് താഴോട്ട് ഇട്ട് ഇതെല്ലാം കൂടെ തൂത്തെടുത്തിട്ടാണ് നമ്മൾ ഒലത്താനായിട്ട് എടുക്കുന്നത്. കണ്ടോ എന്താ ഭംഗിയെന്ന് നോക്കിയേ, നല്ല ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ഇനി നമുക്കിത് ഒലത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഒലത്താനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിതാ ചതച്ചെടുത്ത് ചുവന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിക്കണം. ഇതൊന്ന് നല്ലൊരു ബ്രൗൺ ആവട്ടെ. ഇത് അമ്മ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം അമ്മയുടെ റെസിപ്പീസാണ്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കുന്നതാണ്. അതായത് തലമുറകൾ കൈമാറിയ റെസിപ്പീസ് കിട്ടാൻ ഭയങ്കര വിഷമമാണ്. അപ്പം അതുകൊണ്ട് അമ്മ തന്നെ കുറച്ച് മാമയുടെ റെസിപ്പിയും കൂടെയാണിത്. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ അമ്മ അതൊക്കെ ഓർത്തെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. ഇത് ഞങ്ങൾ അടുപ്പിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ അടുപ്പിനകത്ത് വെച്ചാകുമ്പോൾ ചെറു തീയിലാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കരിയാനും ഒന്നിനും ഇടവരത്തില്ല.
അങ്ങനെയാണ് ഇത് മൂപ്പിച്ച് കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഞങ്ങൾ മുളക് പൊടി ഇടും. അത് കഴിഞ്ഞ് ചെമ്മീനും ഇട്ട് കുറച്ച് നേരം ഇളക്കി അതിനകത്ത് വെച്ചിരിക്കും. അമ്മ പറയുന്നത് അത് ചെറിയ തീയിൽ ഇട്ട് വിറകടുപ്പിൽ വെച്ചിട്ട് നല്ലതായിട്ട് മൊരീച്ചാണ് ഇതിനെ ഒലത്തിയെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ആഹാ, ഇപ്പോൾ ഈ അമ്മയുടെ ഒലത്തിൻ്റെ നല്ലൊരു സ്മെല്ല് ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിടണം. കുറച്ചിട്ടിട്ട് വേണം നമുക്ക് മുളക്, ഇതൊക്കെ അമ്മ ഈ മുളക് വീട്ടിൽ തന്നെ ചതച്ചെടുത്തതാണ്. മുഴുവൻ മുളക് വാങ്ങിച്ച് ചതച്ചെടുത്ത മുളകാണിത്. അപ്പോൾ അതും ഒന്ന് മൂപ്പിക്കാം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാൻ അമ്മ പറയുമായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ഇതും അപ്പോൾ മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ വേവിച്ച് വെച്ച തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് വേവിച്ച ചെമ്മീൻ ഇതിനകത്തോട്ട് ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. എന്താ ഭംഗി നോക്കി കണ്ടോ, അതിൻ്റെ കുറച്ച് ചാറും ഉണ്ട്. അതെല്ലാം അമ്മ വടിച്ച് ചേർത്താണ്, ഒന്നും നഷ്ടപ്പെടുത്തരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോഴും നമ്മുടെ തീ ചെറിയ തീ തന്നെയാണ് കിടക്കുന്നത്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ തീയിൽ നമ്മൾക്ക് ഇതിന് ഒലത്തി എടുക്കണം. അപ്പോൾ ആ മസാലയെല്ലാം ആ ചെമ്മീനെല്ലാം പിടിച്ച് നല്ല ഇതിലിരിക്കും. ഞാൻ ഈ സൈഡിൽ നിന്നും കൂടെ കാണിച്ചു തരാം ക്ലോസപ്പിൽ. കണ്ടോ എന്താ ഭംഗി, അതേപോലെ ടേസ്റ്റും ഉണ്ട്. നല്ല നാടൻ ചെമ്മീൻ ഒലത്ത്. ചെമ്മീൻ്റെ നല്ലപോലെ ഉലർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റും കൂടെ കിടന്നാൽ മതി. ഇത് ഞാൻ ഇത് ഉലത്തിയപ്പോൾ എൻ്റെ കൊച്ചുമക്കളെയാണ് ഓർമ്മ വന്നത്, ദീപ്തിയെയും ചിന്നുവിനെയും സിമ്രനെയും. അവർക്ക് ഈ പാത്രത്തിൻ്റെ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇതിൽ തൂത്ത് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ആ അരപ്പ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ കേട്ടല്ലോ, അമ്മയുടെ ചെറിയ ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിങ്സാണ് ഇതൊക്കെ അമ്മയ്ക്ക് 80 ഇയേഴ്സ് ആയി. പക്ഷേ അമ്മ ഇപ്പോഴും ഇതെല്ലാം മെനക്കെട്ട് ഉണ്ടാക്കി കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കും. അവർ വരുമ്പോൾ അവരുടെ ഫേവറേറ്റ്സ് നോക്കിയിട്ട് അമ്മ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്സ് ഉണ്ട് ഡിഷസ്. അപ്പം ഞങ്ങൾക്ക് മക്കൾക്ക് മാത്രമല്ല കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ട് അമ്മ ഇതുപോലെ ഓരോന്ന് അമ്മയുടെ ഫേവറേറ്റ് ഡിഷസ്, അതായത് അവസ്ഥനനുസരിച്ചുള്ള ഡിഷ് അമ്മ ഉണ്ടാക്കി കൊടുക്കും.